ഈ നൂറ്റാണ്ടിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ, അതായത് ആഗോള കത്തോലിക്ക സഭയുടെ മേധാവിയായിട്ട്, ഈ പറയുന്ന ചുമതലക്കാരനായിട്ട് അദ്ദേഹം അവരോധിതനായ ശേഷം കേവലം അവിടെ മാത്രമല്ല, ഒരു സഭയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കാതെ ആഗോള തലത്തിൽ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് എല്ലായിടത്തും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പതാക വാഹകനായിട്ടാണ് അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ പ്രവർത്തിച്ചുള്ളത്. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം വിമർശകർക്ക് പോലും അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുൻപ് പലപ്പോഴും പല മാർപ്പാപ്പമാർക്കെതിരായിട്ടും അല്ലെങ്കിൽ ലോകത്തിലെ പല മത പുരോഹിതന്മാർക്കും എതിരായിട്ട് ഏതെങ്കിലുമൊക്കെ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയരാറുണ്ട്. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്നേഹം വാരി വിതറിയാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. എല്ലാ തരത്തിലുള്ള അദ്ദേഹം ലോകത്തെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അദ്ദേഹം എന്ത് ചെയ്തു, ഈ നൂറ്റാണ്ടിൻ്റെ വെല്ലുവിളികളെ ഓരോന്നോരോന്നായി അഡ്രസ്സ് ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. കേവലം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പല അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ തന്നെ വളരെ പുരോഗമനപരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു. സ്വാഭാവികമായിട്ടും എന്താണ്, മതത്തിൻ്റെ ചട്ടക്കൂടുകൾക്കും അപ്പുറം നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള മതത്തിൻ്റെതായിട്ടുള്ള പരിവേഷങ്ങൾക്കുമെല്ലാം അപ്പുറം നിന്നുകൊണ്ട് എല്ലാം ലോകത്തെ തന്നെ സ്നേഹിക്കുവാൻ അല്ലെങ്കിൽ ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒപ്പം നിർത്തുവാൻ, മതങ്ങൾ തമ്മിലുള്ള വൈര്യങ്ങൾ ഇല്ലാതാക്കുവാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ജാതീയമായിട്ടുള്ള വിദ്വേഷങ്ങൾ ഇല്ലാതെയാക്കുവാൻ, കളർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലെ ജനറ്റിക് ഇക്വാലിറ്റി, അതായത് ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി അദ്ദേഹം വാതോരാതെ എന്ത് ചെയ്തു, സംസാരിച്ചു. അപ്പോൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഈ വാദങ്ങളൊക്കെ തന്നെ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവായിരുന്നു. കാരണം സഭ വർഷങ്ങളായിട്ട് വിശ്വസിച്ചു പോയിരുന്ന അല്ലെങ്കിൽ സഭ പിന്തുടരുന്ന ആചാരങ്ങളെയൊക്കെ തന്നെ പലപ്പോഴും അദ്ദേഹം എന്ത് ചെയ്തു, പൊളിച്ചെഴുത്തിന് വിധേയമാക്കി. പക്ഷേ ആ പൊളിച്ചെഴുത്ത് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്താണ്, കാലത്തിന് ആവശ്യമായ അല്ലെങ്കിൽ ഈ പറയുന്ന വരുന്ന നൂറ്റാണ്ടിൽ എങ്ങനെയാണ് സഭ മുന്നോട്ട് പോകേണ്ടത്, സഭയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് ഈ ലോകത്തോട് എന്തൊക്കെ ചെയ്യാൻ കഴിയും, സഭയെ എന്താണ്, ലോകത്തിനെ എങ്ങനെ സഭയ്ക്ക് നയിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള ദീപ്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല.